ഫ്ലാഷ് ബാക്ക്. പ്രേക്ഷകൻ നിഷ്പക്ഷനായിട്ടുള്ള ഒരാളാണ്. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം ആര് നല്ലത് ചെയ്യുന്നു അവർ കൈയടിക്കും, ആര് മോശം ചെയ്യുന്നു അവർ കൂവും. അതാണ് സത്യം. ആളുകളെ എന്റർടൈൻ ചെയ്യലാണല്ലോ സിനിമ. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടൊരു 10 പടങ്ങൾ ഫ്ലോപ്പായി എന്ന് വിചാരിക്കുക. എല്ലാവരും മോഹൻലാലിനെ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞി ചീത്ത വിളിക്കും. നിങ്ങളുടെ കാലത്ത് തേൻ കുറിശിയിലെ ഡയർ ഡബിൾ ആയിരുന്ന ആളിപ്പോ സ്ഥിരമായി ചതിക്കുകയാണിപ്പോൾ ചവർ സിനിമകൾ എടുത്ത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഇതുപോലത്തെ ഒരു തോൽവിക്ക് എന്നാ പറയാനാണോ? തോറ്റു തുന്നമാടി എന്ന് പറയും. തനിക്കൊരു വിചാരമുണ്ട് താ ഏതോ കോപ്പിലെ വലിയ രാജാവാണ്, താ ഒരു പുല്ലുമല്ല. അത് പലരും മനസ്സിലാക്കിയാ കൊള്ളാം. എല്ലാവരും മോഹൻലാലിനെ അങ്ങ് കുറ്റം പറയും, മോഹൻലാൽ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നല്ല ആഞ്ഞി ചീത്ത വിളിക്കും. ഒറ്റ പടം മതി ഇതെല്ലാം മാറ്റിയിട്ട് ലാലേട്ടനെ പോലെ. പിന്നെ അത് അവരങ്ങനെയാണ്. എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കും നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. തന്നെ 10 പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. തല താഴ്ത്തി നടന്നോളണം. ആ പഴയ തീയൊന്നുമില്ല, വെറും ചാരം. പഴയ മോഹൻലാൽ ആകുന്നില്ല, വിന്റേജ് ലാലേട്ടൻ ഇല്ല, അല്ലെങ്കിൽ ലാലേട്ടന്റെ മുഖത്ത് ഭാവങ്ങൾ വരുന്നില്ല എന്നിങ്ങനെയുള്ള വാർത്തകളാണ് എല്ലായിടത്തും. അങ്ങോർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. ചില സത്യങ്ങൾ കേൾക്കുമ്പോൾ പ്രയാസം തോന്നും, പക്ഷെ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് കാണാൻ ശ്രമിക്കണം. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. ഇനി അയാൾ തിരിച്ചു വന്നാലോ? എന്റെ ഒരു കണക്കൂട്ട് വെച്ച് അയാൾ ഇനി തിരിച്ചു വരില്ല. ഉറപ്പിക്കാമോ? പഴയ ഫയലുകളെടുത്ത് വായിച്ചാ പോരാ, പഠിക്കണം. ചാരമാണെന്ന് കരുതി വെറുതെ ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ഇല്ല, അവൻ തോൽക്കില്ല, തോൽക്കാൻ പാടില്ല. അവന്റെ ആത്മവിശ്വാസം തർക്കമില്ല, പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല. എന്ത് വർത്തമാനാണ് ഇത്? അതിനല്ലാതെ ഇനി മതി. കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. ദാ കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. ആണോ? കൊഞ്ചം അങ്ങ് പാറുക്കണ്ട. എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. ജിംസിന്റെ ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലേ? തുടങ്ങാം. വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. അടിപൊളി പടം. ഇതാണ് എമ്പുരാനെക്കാട്ടും ഒരു കടുത്ത മോഹൻലാൽ ആരാധന എന്ന നിലയ്ക്ക് ഇതാണ് അടിപൊളി പടം. മോഹൻലാൽ ഫാനാണോ? മോഹൻലാലിന് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി? ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞങ്ങളെ കുടുംബത്തിനൊക്കെ ഇഷ്ടമാണ്. മോഹൻലാലിന്റെ അടിപൊളി പടം. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാലിന്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളും? പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ട്, നല്ല അഭിനയം. അടിപൊളി. എന്തോ അഭിനയോ മോഹൻലാലിന്റെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. പെർഫോമൻസ് മോഹൻലാലിന്റെ അഭിനയം തന്നെയാണ്. ലാലേട്ടൻ അഭിനയം കിടുകിട്ടുണ്ട്. എങ്ങനെയുണ്ട് വില്ലൻ? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി, തകർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, ഒരിക്കലും. എന്തോ നീ എന്നതാ പറഞ്ഞ? കാലം മാറിപ്പോയി രാഘവൻ നായരെ. പിള്ളേരൊക്കെ ഒരുപാടങ്ങ് വളർന്നു. ദാ കണ്ടോ, യുവമാരും മതം പൊട്ടിയാ നിക്കണേ. നിന്റെ കൂട്ടത്തോട് പറഞ്ഞേ ഒറ്റ വീട് കാട് കയറിയുന്നു. ഇത്രയും വലിയ കെങ്കേമനിടി. സത്യം പറഞ്ഞത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പോൾ വയറ് കൊള്ളുന്നു. അവന്റെ ഓരോ ഇടിയും ഒരു 1.5 കിൻഡൽ വരും. ആർക്കട ഇവിടെ ലാലേട്ടൻ അഭിനയം പഠിപ്പിക്കാനുള്ള? ആർക്ക്? That was the best acting I've ever seen in my whole life. Thank you. ഇനി ഞാൻ പറയും, നീയൊക്കെ കേൾക്കും. Hey, I've seen this one. This is a classic. അടിപൊളി. ഇതെങ്ങനെ ചെയ്തു?
ഇറ്റ്സ് നത്തിങ് ബട്ട് പ്രാക്ടീസ് പ്രാക്ടീസ്. അന്യായം അണ്ണാ അന്യായം. എടാ ഈ പിള്ളേരൊക്കെ പറയത്തില്ല കൊലമാസ് അത് ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. കാക്കിക്കുള്ളിലെ കൊലാകാരൻ സാറിങ്ങി മുഖ്യധാരയിലേക്ക് വരും. ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറാണ്. അടിപൊളിയായിരുന്നു. അടിപൊളി വില്ലൻ എന്ന് പറഞ്ഞാൽ അടിപൊളിയല്ലേ. എന്ത് പറയാ, ഇതൊക്കെയാണ് വില്ലേ. അയാൾ ഒരു അന്യായ പെർഫോമൻസ്. വർക്കിച്ച എന്തേനു ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ആരാ? ഗോവിന്ദൻകുട്ടിയാ? എന്താ വല്ലതും തോന്നണ്ടാ? തമ്പുരാൻ മാപ്പാക്കണം. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ ഞാൻ പറഞ്ഞു പോയ തെറ്റിന് മാപ്പ്. നീ ഉണ്ടാവില്ല. ഗോവിന്ദൻകുട്ടി തമ്പുരാന്റെ കൂടെ ഉണ്ട്. നീ എന്റെ പൊന്നാര ജോണിക്കുട്ടിയെ, ഓനെ ഇജ്ജ് പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. അങ്ങനെ മല്ലയ്യ നാട്ടുകാരെയും തൊഴിലാളികളെയും കയ്യിലെടുത്തു. ജൈവിളി അങ്ങ് കവല വരെ ഉണ്ടായെന്നാ കേട്ടത്. ഇങ്ങനെ പോയാ അയാൾ കയറി അങ്ങ് വാങ്ങോ. ആന മതമിളകി വന്നപ്പോഴും നെഞ്ചു വിരിച്ച് നിന്നിട്ടുള്ളവനാടോ ഈ നാഗേന്ദ്രൻ. മോനെ പുരുഷു, ഈ കാർഡിന് എന്റെ ടേബിളിൽ ഇറക്കി കളിക്കരുത്. കീറിപ്പോവും. റേഷൻ കാർഡും തിരിച്ചറിയൽ കാർഡും. ചിങ്കം തമ്പി, ചിങ്കം. ഇനിയും കഥ തുടരും.